അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, SSF സാഹിത്യോത്സവിൻ്റെ വർണ്ണാഭമായ വേദിയിൽ ഞാനൊരു കൊച്ചു കഥ പറയാം. എൻ്റെ കഥയുടെ പേര് ആട്ടിടേൻ്റെ പ്രയാണം. എല്ലാ പ്രവാചകന്മാരും ചരിത്രത്തിൽ ആട്ടിടയന്മാരായിട്ടുണ്ട്. ആട്ടിൻ പറ്റത്തെ മേച്ചാണവർ സമൂഹത്തെ സൽവരിലാക്കാൻ പരിശീലിച്ചത്. അന്ത്യപ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആടുകളെ മേച്ചിട്ടുണ്ട്. ഇതാ ഒരു ആട്ടിടയന്റെ മനോഹരമായ സംഭവത്തിലേക്ക്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉറ്റ ചങ്ങാതി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിലെ ഒരു വലിയ മലഞ്ചെരുവിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. വഴിയിൽ അല്പമകലെ ഒരു വലിയ ആട്ടിൻകൂട്ടത്തെയും അവയെ മേക്കുന്ന ആട്ടിടയനെയും അവർ കണ്ടു. പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങുകയായിരുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും നല്ല ദാഹമുണ്ടായിരുന്നു. ആട്ടിടയൻ അരികിലെത്തിയതും ഈ ആടുകളിൽ നിന്നും കുടിക്കാൻ അല്പം പാൽ നൽകുമോ എന്ന് ഇരുവരും ചോദിച്ചു. ആട്ടിടയൻ പറഞ്ഞു, ഞാൻ വിശ്വസ്തനായ ഇടയനാണ്. എൻ്റെ യജമാനന്റെ സമ്മതമില്ലാതെ പാൽ നൽകാനാവില്ല. ഉഖബത്ത് ബിൻ അബീ മുഅയ്ദിന്റെ ആട്ടിൻകൂട്ടങ്ങളായിരുന്നു അത്. ഉടനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, കൂട്ടത്തിൽ പ്രസവിക്കാത്തതോ കറവ പറ്റിയതോ ആയ ആടുകളുണ്ടോ? അതെ, ഉണ്ട്. ഇടയൻ അതിൽ നിന്നും 1-2 കാട്ടിക്കൊടുത്തു. ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങളും അതിൽ നിന്നും ഒരാടിനെ പിടിച്ചു. ശേഷം അല്ലാഹുവിന്റെ നാമം ഉരുവിട്ട് അതിന്റെ അകിടിൽ തടവുകയും ദുആ ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം അതീവ ശ്രദ്ധയോടെ ഇടയൻ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇതാ അത്ഭുതം, അത്യത്ഭുതം! വറ്റിക്കിടന്ന ആട്ടിന്റെ അകിട് മറ്റുള്ളതിനേക്കാൾ ഭംഗിയായി നിറഞ്ഞു നിൽക്കുന്നു. ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന പാത്രത്തിലേക്ക് ആ പാൽ കറന്നെടുത്തു. 2 പേരും മതിവരുവോളം കുടിച്ചു. ബാക്കി ആട്ടിടയന് കുടിക്കാൻ നൽകുകയും ചെയ്തു. അപ്പോൾ ആട്ടിടയന്റെ മനസ്സിലേക്ക് മുത്തുനബിയോടുള്ള അതിരുകളില്ലാത്ത സ്നേഹം നിറഞ്ഞു. ഏറെ ആശ്ചര്യത്തോടെ ആട്ടിടയൻ അത് വാങ്ങി കുടിക്കുകയും ചെയ്തു. മുത്തുനബി ഉരുവിട്ട ആ ദിവ്യവചനങ്ങളും അതിനുശേഷമുണ്ടായ ഈ അത്യത്ഭുതവും ആട്ടിടയന്റെ മനസ്സിന് വല്ലാതെ സ്വാധീനിച്ചിരുന്നു. മുത്തുനബിയെ സമീപിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഉരുവിട്ട ആ മനോഹരമായ വചനങ്ങൾ എനിക്കുമൊന്ന് പഠിപ്പിച്ചു തരാമോ? ഏറെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിന്റെ തലോടുകയും ദുആ ചെയ്യുകയും ചെയ്തു. അധികം വൈകാതെ ഈ സംഭവം മുത്തുനബിയെ ആട്ടിടയനെ വിശുദ്ധ ഇസ്ലാമിലേക്ക് എത്തിച്ചു. ആട്ടിൻകൂട്ടങ്ങളെ മേച്ചു കണ്ടു നടന്ന ആട്ടിടയൻ ആരെന്ന് അറിയണ്ടേ? അതെ, പിൻകാലത്ത് സ്വഹാബികളുടെ കൂട്ടത്തിലെ പ്രമുഖ പണ്ഡിതൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പ് വാഹകനും രഹസ്യ സൂക്ഷിപ്പുകാരനും തുടങ്ങി നിരവധി വിശേഷണങ്ങൾക്കുടമയായി തീർന്ന അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥയിലൂടെ എന്താണ് വായിച്ചെടുക്കാൻ സാധിച്ചത്? മുത്തുനബിയുടെ മുഅ്ജിസത്ത് നേരിട്ട് കണ്ട സ്വഹാബിയായി മാറിയ ആട്ടിടയന്റെ പ്രയാണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ആ മുത്തുനബിയെ സ്നേഹിച്ചു മരിക്കാൻ അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് എൻ്റെ ഈ കഥ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.